നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലിയേക്കര ടോൾ വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി. നാളെ കോടതി വിഷയം വീണ്ടും പരിഗണിക്കും. മുഖ്യമന്ത്രിയെ തിരക്കി പോകാൻ പറ്റുമോ എന്ന് വയോധിക. എന്നാൽ പിന്നെ തന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്ന പരിഹാസ മറുപടിയുമായി സുരേഷ് ഗോപി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 2025 ഒക്ടോബർ 1 മുതൽ അടുത്ത 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി മൂർത്തിയേടത്ത് മന സുധാകരൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. കൊടകരയിൽ മാരകായുധങ്ങളുമായി വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി യുവാവിനെ ആക്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. ഗുരുവായൂർ നഗരസഭയിൽ തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണി നടക്കുന്നില്ലെന്ന് ആരോപണം. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ മാള മഠത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് എന്ന് സ്മാർട്ട് ആകുമെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ 5 വർഷം പിന്നിട്ടു. വാർത്തകൾ വിശദമായി. പാലിയേക്കര ടോൾ വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി. നാളെ കോടതി വിഷയം വീണ്ടും പരിഗണിക്കും. ഗതാഗത പ്രശ്നം പൂർണ്ണമായും പരിഹരിച്ചില്ലെന്ന് കോടതി പറഞ്ഞു. ദേശീയപാതയിലെ ടോളിനുള്ള വിലക്ക് നീക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെയും ടോൾ കമ്പനിയുടെയും ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. എന്നിരുന്നാലും വരുന്ന ദിവസങ്ങളിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇടക്കാല ഉത്തരവ് വേണമോ എന്ന കാര്യമാണ് കോടതി പരിഗണിക്കുക. പാലിയേക്കരയിൽ ടോൾ പിടിക്കുന്നത് 4 ആഴ്ചത്തേക്ക് കോടതി വിലക്കിയിരുന്നു. പാലിയേക്കരയിൽ എല്ലാ വർഷവും സെപ്റ്റംബർ 1-നാണ് ടോൾ നിരക്ക് പരിഷ്കരിക്കുന്നത്. പുതിയ അടിപ്പാതകളുടെ നിർമ്മാണം തുടങ്ങിയപ്പോൾ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ബദൽ സംവിധാനം ഒരുക്കിയിരുന്നില്ല. ഇതോടെ സർവീസ് റോഡുകൾ തകരുകയും മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് ഉണ്ടാവുകയുമായിരുന്നു. ദേശീയപാതയിൽ കുരുക്ക് മുറുകിയതിനെ തുടർന്ന് ഓഗസ്റ്റ് 6 മുതലാണ് പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവച്ചത്. തുടർന്ന് പുനഃസ്ഥാപിക്കാൻ NHAയും കരാർ കമ്പനിയായ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുമതി നൽകിയിരുന്നില്ല. മുഖ്യമന്ത്രിയെ തിരക്കി പോകാൻ പറ്റുമോ എന്ന് വയോധിക. എന്നാൽ പിന്നെ തന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്ന പരിഹാസ മറുപടിയുമായി സുരേഷ് ഗോപി. ഒരു നല്ല വാക്കെങ്കിലും പറയുമെന്ന പ്രതീക്ഷയിലാണ് അവിടെ ചെന്നതെന്നാണ് സുരേഷ് ഗോപി തിരസ്കരിച്ച ആനന്ദവല്ലി പറയുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നപ്പോൾ പറഞ്ഞിരുന്നു കരുവന്നൂരിലെ പണം വാങ്ങി നൽകുമെന്ന്. പക്ഷേ മറുപടി കേട്ടപ്പോൾ വലിയ സങ്കടമായെന്നും ആനന്ദവല്ലി മാധ്യമങ്ങളോട് പറഞ്ഞു. അടുത്ത വീട്ടിൽ പണിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ പരിപാടി കണ്ടത്. സഹകരണ ബാങ്കിലെ കാശ് എന്ന് കിട്ടും സാറേ എന്നാണ് ചോദിച്ചത്. അതിന് അദ്ദേഹം മറുപടിയും തന്നില്ല. നല്ലൊരു വാക്കും പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ രീതി അങ്ങനെയാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും ഒരു നല്ല വാക്ക് പറയാമായിരുന്നു. അങ്ങനെയൊരു വിഷമമുണ്ട്, സങ്കടത്തോടെ ആനന്ദവല്ലി പറഞ്ഞു. എനിക്ക് കിട്ടിയുള്ളൂ, പക്ഷെ നല്ലൊരു വാക്കങ്ങേരി പറഞ്ഞില്ല. ഇത് കിട്ടുമെന്നാ അല്ലെങ്കിൽ കിട്ടില്ലെന്നാ ഒന്നും ആള് പറഞ്ഞില്ല. അതിനൊരു വിഷമം എനിക്കുണ്ട്. പുള്ളിയോട് നല്ല വാക്ക് പറയായിരുന്നു അങ്ങേർക്ക്. എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട കാശാ. വല്ലവരുടെയൊക്കെ വീട്ടിൽ പോയി കലം കഴിയും തുണിയലക്കി ഒക്കെ ഇട്ട കാശാ. അങ്ങനെ സ്വരൂപൂട്ടി വെച്ച് ഇട്ടിട്ടിട്ട് ഇത്രയും കാശായതാ. അത് കോപ്പറേറ്റീവുകാരുടെ അടുക്ക ചെന്ന് ചോദിക്കുമ്പോ അവര് പറയും ഇവിടെ കാശൊന്നും ഇല്ല, നിങ്ങൾ പോയി പിന്നെ വാ എന്ന് പറയും. അങ്ങനെ ഇങ്ങേര് ജയിച്ചാൽ ഈ കാശ് കിട്ടുമെന്ന് എല്ലാരും പറഞ്ഞ കാരണം ഞാനത് ഒരു സന്തോഷത്തിന്റെ പുറത്ത് നിന്ന് ചോദിച്ചതാ. പക്ഷെ ആള് നല്ലൊരു വാക്ക് പറയായിരുന്നു എന്നോട്. ഇത് ഇന്നപ്പോ കിട്ടുമെന്നാ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അത് തരാം എന്നൊരു വാക്ക് പുള്ളി പറഞ്ഞില്ല. അതിനുള്ള അവസരം അവിടെ കിട്ടിയില്ല. എന്താണെന്ന് വെച്ചാൽ വേറെ ആൾക്കാരൊക്കെ അതിൻ്റെ ഇടയിൽ പാഞ്ഞു കയറിയത് കാരണം അതിന് നല്ലൊരു മറുപടി കിട്ടിയില്ല. നല്ലൊരു മറുപടി പുള്ളിക്കാരൻ പറഞ്ഞുമില്ല. അത് കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ 2025 ഒക്ടോബർ 1 മുതൽ അടുത്ത 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി പാലക്കാട് ശ്രീകൃഷ്ണപുരം മൂർത്തിയേടത്ത് മന സുധാകരൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ നിലവിലെ മേൽശാന്തി കവപ്രമാരത്ത് അച്യുതൻ നമ്പൂതിരി വെള്ളിക്കുടത്തിൽ നിന്നും നറുക്കെടുത്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KS ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി.
63 അപേക്ഷകരിൽ 8 പേർ കൂടിക്കാഴ്ചയ്ക്ക് എത്തിയില്ല. 4 പേർ കൂടിക്കാഴ്ചയിൽ അയോഗ്യരായി. 59കാരനായ നിയുക്ത മേൽശാന്തി പാലക്കാട് ശ്രീകൃഷ്ണപുരം പീലിമംഗലം സ്വദേശിയാണ്. MA BEd ബിരുദധാരിയാണ്. ചുമതല ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി നിയുക്ത മേൽശാന്തി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരിക്കും. ഭജനത്തിന് ശേഷം സെപ്റ്റംബർ 30 രാത്രി ചുമതലയേൽക്കും. 6 മാസം ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് പൂജാകർമ്മങ്ങൾ നിർവഹിക്കും. കൊടകരയിൽ മാരകായുധങ്ങളുമായി വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി യുവാവിനെ ആക്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. കൊടകര പുലിപ്പാറക്കുന്ന് സ്വദേശികളായ തച്ചനാടൻ വീട്ടിൽ റെനീഷ്, എങ്ങട്ടായി വീട്ടിൽ രാഹുൽ, മാടായിക്കോണം കുഴിക്കാട്ടുകോണം സ്വദേശി പാലക്കപ്പറമ്പിൽ വീട്ടിൽ അനീഷ് എന്നിവരെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. പുലിപ്പാറക്കുന്ന് സ്വദേശി ബാഗീഷിനെയാണ് പ്രതികൾ ആക്രമിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. ബാഗീഷും സുഹൃത്ത് നിഖിലും ചേർന്ന് റെനീഷിനെയും സുഹൃത്ത് അഖിലിനെയും പുലിപ്പാറ കുന്നിൽ വെച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ബാഗീഷ് റിമാൻഡിൽ പോയിരുന്നു. തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ ബാഗീഷ് റെനീഷിനെതിരെ കൊട്ടേഷൻ നൽകിയെന്ന് തെറ്റിദ്ധരിച്ചതിലുള്ള വൈരാഗ്യത്താലാണ് ആക്രമണം. കൊടകര പോലീസ് സ്റ്റേഷൻ SHO ദാസ്, GSI ബിനോയ് മാത്യു, GA SIമാരായ ഗോകുലൻ, ആഷ്ലിൻ, സജീഷ് കുമാർ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ നഗരസഭയിൽ തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണി നടക്കുന്നില്ലെന്ന് ആരോപണം. ഇതുമൂലം ഒരു ഭാഗത്ത് രാത്രി വിളക്കുകൾ പ്രകാശിക്കാത്തപ്പോൾ മറുഭാഗത്ത് വിളക്കുകൾ പകലും തെളിഞ്ഞു കിടക്കുകയാണ്. അറ്റകുറ്റപ്പണി നടത്താനുള്ള കരാർ ഏജൻസി തിരിഞ്ഞു നോക്കാത്തതാണ് ഇതിന് കാരണമെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. തെരുവ് വിളക്ക് പ്രശ്നത്തിൽ കൌൺസിലർമാർ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ മാസങ്ങളായി പരാതി ഉന്നയിക്കുന്നുണ്ട്. എന്നിട്ടും പരിഹാരം കാണുന്നില്ല. പൊതുജനങ്ങളെ കൂരിരുട്ടിലാക്കുന്നത് തികഞ്ഞ ഭരണ പരാജയമാണെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ കുറ്റപ്പെടുത്തി. മേൽപ്പാലത്തിലെ തെരുവ് വിളക്കുകളും രാത്രി പ്രകാശിക്കുന്നില്ല. സർവീസ് റോഡിലെ ലൈറ്റുകൾ മാത്രമാണ് തെളിയുന്നത്. ഇതുമൂലം സന്ധ്യയാകുന്നതോടെ മേൽപ്പാലത്തിന് മുകളിൽ ഇരുട്ടാകും. പകൽ സമയത്തും തെരുവ് വിളക്കുകൾ കത്തിക്കിടക്കുന്നത് നഗരസഭയ്ക്ക് അധിക സാമ്പത്തിക ബാധ്യതയാകുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. വൈദ്യുതി പാഴാക്കി കളയുന്ന സമീപനത്തിൽ നിന്ന് നഗരസഭ പിന്മാറണമെന്ന് പ്രതിപക്ഷവും ആവശ്യപ്പെട്ടു. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ മാള മഠത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് എന്ന് സ്മാർട്ട് ആകുമെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ 5 വർഷം പിന്നിട്ടു. വില്ലേജ് ഓഫീസ് പൂർണ്ണമായി പ്രവർത്തിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിട്ടും സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. 2020 സെപ്റ്റംബർ 15 അന്നത്തെ റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരനാണ് മഠത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന് ശേഷം 1 വർഷം വില്ലേജ് ഓഫീസ് പൂട്ടിക്കിടന്നത് വാർത്തയായതിനെ തുടർന്ന് ജില്ലാ കളക്ടർ പ്രത്യേക ഉത്തരവിറക്കി ഒരു ജീവനക്കാരനെ നിയോഗിച്ചു. എന്നാൽ ഓഫീസ് തുറക്കുന്നതല്ലാതെ യാതൊരു സേവനവും നൽകാൻ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് ജീവനക്കാരനെ ഒഴിവാക്കി ഓഫീസ് അടച്ചുപൂട്ടി. VR സുനിൽകുമാർ MLA ഇടപെട്ടതോടെ സ്ഥിരമായി ഒരു ജീവനക്കാരനെ നിയമിച്ചു. എന്നാൽ വില്ലേജ് ഓഫീസറുടെ കസേരയും മേശയും 5 വർഷമായി പൊടിപിടിച്ച് കിടക്കുകയാണ്. ജനങ്ങളുടെ അപേക്ഷ വാങ്ങി പൊയ്യ വില്ലേജിലേക്ക് കൊണ്ടുപോകുന്ന ജോലി മാത്രമാണ് ഇവിടെ നടക്കുന്നത്. 44 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 1861 ചതുരശ്ര അടിയുടെ വിസ്തീർണത്തിൽ കെട്ടിടം നിർമ്മിച്ചത്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. 50 രൂപ കുറഞ്ഞു. ഗ്രാമിന് 10,190 രൂപ, പവന് 81,520 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലിയേക്കര ടോൾ വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി. നാളെ കോടതി വിഷയം വീണ്ടും പരിഗണിക്കും.
മുഖ്യമന്ത്രിയെ തിരക്കി പോകാൻ പറ്റുമോ എന്ന് വയോധിക. എന്നാൽ പിന്നെ തന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്ന പരിഹാസ മറുപടിയുമായി സുരേഷ് ഗോപി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 2025 ഒക്ടോബർ 1 മുതൽ അടുത്ത 6 മാസത്തേക്കുള്ള മേൽശാന്തിയായി മൂർത്തിയേടത്ത് മന സുധാകരൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. കൊടകരയിൽ മാരകായുധങ്ങളുമായി വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി യുവാവിനെ ആക്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. ഗുരുവായൂർ നഗരസഭയിൽ തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണി നടക്കുന്നില്ലെന്ന് ആരോപണം. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ മാള മഠത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് എന്ന് സ്മാർട്ട് ആകുമെന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ 5 വർഷം പിന്നിട്ടു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംരക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.